ഹായ് നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റഡി വ്ലോഗാണ്. അതിനൊപ്പം തന്നെ എങ്ങനെയാണ് ബിഗിനർ ആയിട്ടുള്ള ഒരാൾ നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ബിഗിനർ ആയിട്ടുള്ള ഒരാൾ പഠിച്ചു തുടങ്ങേണ്ടത്, PSC പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു നല്ല ടൈം ടേബിൾ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തരാമോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ മെയിൽ വന്ന സമയത്ത് റിപ്ലൈ കൊടുത്തിരുന്നു. അതായത് ഇപ്പം ഒരാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരവർ തന്നെ അവരവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ടൈമും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒരു നല്ല ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് പഠനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ സാധാരണ ഇരുന്ന് പഠിക്കുന്നിടത്തിരുന്നല്ല ഇന്ന് പഠിക്കുന്നത്. അതിന് കാരണം ഏട്ടന് നൈറ്റ് ആയിരുന്നു. അപ്പോൾ ആള് വന്നിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. പിന്നെ അവിടെ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിരിക്കുമ്പോഴത്തേക്ക് ആൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് സ്റ്റെപ്പിലിരുന്നൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയാണെങ്കിലും കുറച്ച് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ തുടങ്ങും. പക്ഷേ ഇതിപ്പം ഈ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പൊക്കത്തിൽ ഉള്ളതായതുകൊണ്ട് അതിന് പറ്റുന്ന ഒരു കസേരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ കുറച്ച് നേരം നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ. നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് എങ്ങനെയാണ് ഒരു നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ എത്ര നേരം ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ധാരണ കുറവായിരിക്കും. അപ്പോൾ അതുപോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ചിലർ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലർ വീട്ടിലിരുന്ന് ഈ ഒരു PSCക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ ആളുകൾക്കും അവൈലബിൾ ആയിട്ടുള്ള ടൈമിന് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റ് ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ്ഡ് ആവാതെ പഠിക്കാൻ പറ്റുന്ന എത്ര സമയം ഉണ്ടാവും എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അതല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതെന്താന്ന് നമ്മൾ മുന്നോട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു കാര്യം, അതായത് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നിങ്ങളൊരു അസസ്മെന്റ് നടത്തുക. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രയോറിറ്റൈസ് സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സിലബസിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതായത് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി, അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇത് മൂന്നും കൂടെ പഠിച്ചാലാണ് നമുക്ക് 5 മാർക്ക് കിട്ടുന്നത്. അതിൻ്റെ സ്ഥാനത്ത് സുപ്രധാന നിയമങ്ങൾ, അതേപോലെ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്താണ്, വളരെ കുറച്ച് മാത്രമേ ടോപ്പിക്കുള്ളൂ, പക്ഷെ നമുക്ക് അവിടെയും 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ അത് കൂടാതെ ഇപ്പം മാത്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിനെ മാറ്റി വെക്കാതെ അത് തന്നെ ആദ്യം തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതൊട്ടും നടക്കില്ല. അപ്പം പിന്നെ നമുക്ക് ആകെ ടെൻഷൻ ആവും, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടവിഷയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, അതിനൊരു പ്രയോറിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിൽ എപ്പോഴും ഇഷ്ട വിഷയങ്ങൾ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് പഠിച്ചു പോകുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എളുപ്പം. അപ്പോൾ ആദ്യം തന്നെ ഈ 2 കാര്യങ്ങളും ഒന്ന് കണ്ടെത്തി വെക്കുക. അതിനുശേഷമാണ് പിന്നെ നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ടൈമിന് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അതാണ്, കൃത്യമായ ടൈം സ്ലോട്ടുകൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. അതായത്
ഇനി എത്ര സമയം പഠിക്കണം, ഇപ്പം ഈ ഒരു സബ്ജക്റ്റിന് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്ത് പോവുക. നിങ്ങളുടെ ഒരു ടൈം ടേബിൾ എഴുതുന്ന ഒരു ബുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മെൻഷൻ ചെയ്ത് പോവുക. കാരണം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ചിലത് ഒത്തിരി നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് അതിലൊരു മടുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഒരു 25 മിനിറ്റ്സ് ഇരുന്ന് പഠിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ഇൻ്റർവൽ എടുക്കുക. അതിനുശേഷം വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ഇൻ്റർവൽ എടുക്കുക. അതായത് ഒരു 2 മണിക്കൂർ ടോട്ടൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു 4 സ്റ്റഡി സെഷൻ ഉണ്ടായിരിക്കണം, 25 മിനിറ്റ്സ് വെച്ചിട്ട്. പിന്നെ 5 മിനിറ്റ് വെച്ചിട്ട് ഒരു ബ്രേക്കും. അപ്പോൾ ബ്രേക്ക് ഒരുപാട് ലോങ് ആയിട്ട് പോവണ്ട, കാരണം പിന്നെ നമ്മൾ തിരിച്ചു വന്ന് പഠിക്കാനിരിക്കാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അതേപോലെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് മോർണിംഗ് ആണ് ശരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് നല്ലത്. അതെന്താ പറയുക, ഒരു ജനറലായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ചിലർക്ക് രാത്രിയിൽ ഇരുന്നാലായിരിക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്, ചിലർക്ക് രാവിലെ ഇരുന്നാലായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് കണ്ടെത്തുക. എന്നിട്ട് രാവിലെയാണ് നല്ല കോൺസെൻട്രേഷനോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകളും പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ പഠിച്ചു വെക്കുക. ഉച്ച കഴിഞ്ഞുള്ള സമയം അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രിയിലൊക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ നേരെ തിരിച്ച് ചെയ്യുക. അതായത് രാത്രിയിൽ സബ്ജക്റ്റുകളൊക്കെ നന്നായിട്ടിരുന്ന് പഠിക്കുക, രാവിലെ അല്ലെങ്കിൽ പകൽ സമയത്തൊക്കെ അത് റിവൈസ് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേരത്തേക്ക് ഇരുന്ന് പഠിക്കാതിരിക്കുക. അതായത് കുറച്ച് പഠിക്കുക, ദെൻ ഒരു 5 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കുക. പിന്നീട് നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് ആ ഒരു ടൈം ഒന്ന് കൂട്ടാൻ പറ്റും. അതായത് ഒരു 35 മിനിറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ തുടക്കക്കാരെന്ന നിലയ്ക്ക് തുടങ്ങുന്ന സമയത്ത് കുറച്ച് സമയം പഠിക്കുക, എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആവും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പോകുന്നത് നമ്മുടെ പഠനം കറക്റ്റ് നേരായ ദിശയിലാണോ, നമുക്ക് കൃത്യമായിട്ട് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു ഒരു റിവിഷൻ ആവും. അതേപോലെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരുന്ന ആ ഒരു ബബിൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അതായത് മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് ഒരു OMR ബുക്ക്ലെറ്റോ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു OMR ഷീറ്റിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ടോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ആ ഒരു ബബിൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോണിൽ നോക്കി ചെയ്യാൻ പാടാണെങ്കിൽ പല പബ്ലിക്കേഷൻ്റെ PYQ ഉള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഞാൻ തന്നെ ലക്ഷ്യയുടെ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇനി ആറാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റുമാണ് റിവൈസ് റെഗുലർലി. ഇതും ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തുമാത്രം പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നന്നായി റിവൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം ടേബിളിൽ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതേപോലെ ഏതെങ്കിലും PYQ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് മെൻഷൻ ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഏറ്റവും മിനിമം ഒരു 1 അവറെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് റെഗുലർലി ഇവാലുവേറ്റ് യുവർ പ്രോഗ്രസ് ആൻഡ് അഡ്ജസ്റ്റ് ദ ടൈം ടേബിൾ ഇഫ് നെസസറി. ഈ ഒരു പോയിന്റ് നിങ്ങൾ അധികം എവിടെയും കേട്ട് കാണത്തില്ല, പക്ഷേ എനിക്കിത് വളരെ വേണ്ടതാണ് എന്ന് തോന്നിയ ഒരു പോയിന്റാണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു 2 വീക്സ് ഓർ ഒരു 3 വീക്സ് നമ്മളൊന്ന് പഠിച്ചു നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ടൈം ടേബിൾ നമുക്ക് അത്ര അങ്ങോട്ട് ആപ്റ്റ് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ടൈം ടേബിളിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾ വീണ്ടും ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ആദ്യം ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഓക്കെ അതിൻ്റെ അത്രയും ഓടി എത്തുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകെ മൊത്തത്തിൽ വിഷമായി അത് ഡ്രോപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് ആദ്യം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മിനിമം ഒരു 3 വീക്സ് എങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ പറഞ്ഞ അത്രയും സമയം പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം ടേബിളിൽ വേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ടൈം കുറയ്ക്കുകയോ കൂട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു 3 ആഴ്ച ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും ആ ടൈം ടേബിളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ ടൈം ടേബിളിനെ ഒന്ന് മാറ്റും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്.
ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക, നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ ആ റിവിഷന്റെ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന സമയമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹൗസ് വൈഫ് ആണെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പം നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നവോത്ഥാനത്തിൽ അയ്യങ്കാളിനെ പറ്റി തലേ ദിവസം പഠിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ ആണ്. അല്ലാതെ നിങ്ങൾ ആ ഒരു ടേബിളിന് മുന്നിൽ വന്നിരുന്ന് പഠിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ പഠിച്ചൊരു കാര്യം അതിങ്ങനെ ക്ലാസ് കേൾക്കുന്നത് നമുക്കത് റികളക്ട് ചെയ്യാൻ കൂടുതൽ സഹായിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.